എൻ്റെ അടുത്തൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അവർ ഗുരുവായൂർക്ക് തൊഴാനായിട്ട് വരുമ്പോൾ മമ്മിയൂരും തൊഴാറുണ്ട്. ഗുരുവായൂരും മമ്മിയൂരും മാത്രമേ തൊഴാറുള്ളൂ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വേറെ ഏതൊക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ അടുത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടാണ്, മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ മമ്മിയൂർ ക്ഷേത്രമാണ്. അത് എല്ലാവർക്കും അറിയാം, നിർബന്ധമായിട്ട് മമ്മിയൂരപ്പനെ തൊഴണം എന്നുള്ളത്. കാരണം ഐതിഹ്യവും അങ്ങനെ തന്നെയാണ് പറയണത്. ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കാനായിട്ട് മഹാദേവൻ മമ്മിയൂർക്ക് നീങ്ങി ഇരുന്നു എന്നാണല്ലോ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ തൊഴേണ്ടതാണ്, എല്ലാവരും തൊഴാറുണ്ട്. പിന്നെ മമ്മിയൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ് നാരായണംകുളങ്ങര ക്ഷേത്രം. അത് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെ കീഴേടാണ്. അവിടെ തന്നെ താഴത്തേക്കാവും ഉണ്ട്, അവിടെ തൊഴാം. പിന്നെ ഒന്നാണ് കിഴക്കേ നടയിലുള്ള, ഇത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രം. പാർത്ഥസാരഥി ആയിട്ടിരിക്കുന്ന ഭഗവാനാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠ, അവിടെ തൊഴാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തിരുവെങ്കിടം ക്ഷേത്രമുണ്ട്. തിരുവെങ്കിടാചലപതി ക്ഷേത്രമാണ്. അവിടെ മഹാവിഷ്ണു, അതായത് വെങ്കിടാചലപതി ഭാവത്തിലിരിക്കുന്ന മഹാവിഷ്ണു ആണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ഭഗവതി ഉണ്ട്, ഭദ്രകാളി പ്രതിഷ്ഠയാണ് കേട്ടോ. ശരിക്കും അവിടെ ഭഗവതി ക്ഷേത്രമായിരുന്നു, പിന്നെ ഭഗവാൻ ഇരിക്കാനായിട്ട് കുറച്ച് നീങ്ങി കൊടുത്തതാണ്. അതുകൊണ്ടാണ് രണ്ട് മുഖ്യ പ്രതിഷ്ഠകൾ വന്നത്. ഒന്ന് നമ്മുടെ ഗുരുവായൂരപ്പനാണ്, അത് വെങ്കിടാചലപതി ആയിട്ടിരിക്കുന്ന ഭഗവാനാണ്. പിന്നെ ഒന്ന് ഭദ്രകാളി പ്രതിഷ്ഠയാണ്. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, മച്ചിലെ ഭഗവതിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അതാണ് തിരുവെങ്കിട ക്ഷേത്രം, അവിടെ തൊഴാം. പിന്നെ ഒന്നുള്ളതാണ് നെന്മിനിയിലുള്ള ബലരാമസ്വാമി ക്ഷേത്രം. ഈ നെന്മിനി എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അത് ഭഗവാന്റെ ജ്യേഷ്ഠനാണ് ബലരാമസ്വാമി ക്ഷേത്രമാണ് അവിടെ. അപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞാൽ സ്വന്തം ജ്യേഷ്ഠനെയും കൂടി തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാന് നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അവിടെ തൊഴാം, നെന്മിനിയിലുള്ള ബലരാമസ്വാമി ക്ഷേത്രം. പിന്നെ ഒരു ക്ഷേത്രമാണ് തെക്കേ നടയിലുള്ള പന്തായൽ ക്ഷേത്രം. അത് അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. തൊട്ടടുത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു ക്ഷേത്രമാണ്, വളരെ വേഗം തന്നെ നമുക്ക് പോയിട്ട് ദർശനം നടത്തിയിട്ട് വരാവുന്ന അത്രയും അടുത്താണ് പന്തായൽ ക്ഷേത്രം ഉള്ളത് കേട്ടോ. പിന്നെ ഒന്നാണ് പെരുന്തട്ട ക്ഷേത്രം, ചൊവ്വല്ലൂർ ക്ഷേത്രം. ഇത് രണ്ടും ശിവക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ദർശനം നടത്താവുന്നതാണ് കേട്ടോ.